മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ പണവും സമൃദ്ധിയും വന്നു ചേരില്ല, വന്നാൽ തന്നെ നിലനിൽക്കില്ല, അതിലധികമായി പോയിക്കൊണ്ടേയിരിക്കും. മണി ബ്ലോക്ക് മാറ്റിയാൽ പണവും സമൃദ്ധികളും വന്നു ചേരും, നിലനിൽക്കുകയും വർദ്ധിക്കുകയും ചെയ്യും. മണി ബ്ലോക്കുകളുടെ ചില ലക്ഷണങ്ങളും കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. എത്ര അധ്വാനിച്ചാലും എന്തെല്ലാം ചെയ്താലും ആവശ്യത്തിന് പണം വരാതിരിക്കുക, എത്ര വന്നാലും അതിലേറെയായി പോയിക്കൊണ്ടിരിക്കുക, വലിയ സാമ്പത്തിക അവസരങ്ങൾ തൊട്ടടുത്തെത്തിയിട്ടും കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന പോലെ നഷ്ടപ്പെട്ടു പോവുക, ആസ്തിയേക്കാൾ കൂടുതലായി ബാധ്യതകൾ എപ്പോഴും ഉണ്ടാവുക, കടബാധ്യതകൾ തീരുന്നില്ല, കടബാധ്യതകൾ എപ്പോഴും ഉണ്ടായിരിക്കുക തുടങ്ങിയവയൊക്കെ മണി ബ്ലോക്കുകൾ ഉള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ഏത് മാർഗം സാമ്പത്തിക മാർഗമായി സ്വീകരിച്ചവരിലും ഒരേപോലെ അധ്വാനിച്ചിട്ടും ചിലർ മാത്രം നേടുന്നതും ബാക്കി പലരും നേടാതെ പോകുന്നതും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൂടി ചിന്തിച്ചാൽ പിക്ചർ ക്ലിയർ ആവുകയും ചെയ്യും. ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് മൈൻഡ് ഗെയിമിന്റെ റിസൾട്ടാണ്, ഫലമാണ്. മണി ബ്ലോക്ക് എന്നതും തികച്ചും ഒരു മെന്റൽ ബ്ലോക്ക് ആണ്. അതിന്റെ ചില കാരണങ്ങൾ കൂടി നമുക്കൊന്ന് ചുരുക്കി നോക്കാം. പാരമ്പര്യമായി മണി ബ്ലോക്ക് വരാം. കുട്ടിക്കാലം മുതലേയുള്ള പണത്തെക്കുറിച്ചുള്ള തെറ്റായ കേട്ടുകേൾവികളും ധാരണകളും മണി ബ്ലോക്ക് ഉണ്ടാക്കാം. പണം നന്മയല്ല, പണം പൈശാചികമാണ്, പണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന ചിന്തകളും വലിയ മണി ബ്ലോക്ക് ഉണ്ടാക്കുന്ന തോട്ട് പ്രോസസ്സാണ്. അതുപോലെ ധനം, ധനാഗമ മാർഗം, ധനികൻ, ഇവ മൂന്നിനെയും കുറ്റപ്പെടുത്തുന്നതും വലിയ മണി ബ്ലോക്ക് ക്ഷണിച്ചു വരുത്തുന്ന കാര്യമാണ്. മുൻപറഞ്ഞ കാര്യങ്ങൾ ഒന്നൊഴികെ എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിൽ ആ ധനം, ധനാഗമ മാർഗം, ധനികൻ, ഇവയെ മൂന്നിനെയും കുറ്റപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അതിൽ ഈ ധനികനെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെയാണ് മണി ബ്ലോക്ക് ആകുന്നത് എന്നൊരു ചിന്ത ചിലരിലെങ്കിലും വന്നേക്കാം. അതായത് ധനികൻ എന്ന പദം, ആ ധനികനെ കുറ്റപ്പെടുത്തിയാൽ ആ പോസ്റ്റ്, ആ ധനികത, ആ ധനികൻ എന്ന പദം, ആ പോസ്റ്റ് നമുക്ക് ആവശ്യമുള്ളതല്ല എന്നുള്ള കമാൻഡാണ് ബ്രെയിനിലേക്ക് പോകുന്നത്. അതായത് ആ ധനികനെ കുറ്റപ്പെടുത്തരുത് മീൻസ് അദ്ദേഹത്തിന്റെ ധനികതയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആവരുത് കുറ്റപ്പെടുത്തുന്നത്. അവരുടെ മറ്റ് നെഗറ്റീവുകളോ മറ്റു കുറ്റകൃത്യങ്ങളോ ചൂണ്ടിക്കാണിക്കുന്നതിലോ കുറ്റപ്പെടുത്തുന്നതിലോ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ കാശിന്റെ പുളപ്പാണ്, പലരും വളരെ ലോവർ ക്ലാസ് ആളുകൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കാശിന്റെ പുളപ്പാണ്, അല്ലെങ്കിൽ കാശുകാരുടെ പൊതുവെ ആ മണി ബ്ലോക്ക് ഉള്ള ആളുകൾ ആ ധനികരെ കുറ്റപ്പെടുത്തുന്ന പ്രകൃതം ഉണ്ടാകും. അവരുടെ അത് ധനത്തെ കൂട്ടിയാകരുത്. കാരണം അതേ പൊളപ്പ്, ആ ഭാഷ ഉപയോഗിച്ചാൽ അതേ പൊളപ്പ് ആ ധനികരല്ലാത്തവരും ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് കാശിന്റെ പൊളപ്പാണെന്നല്ല പറയുന്നത്. അതായത് ആ പൊളപ്പ് ആ ധനികൻ, ആ വ്യക്തിയുടെയാണ്, ആ ധനത്തിന്റെ അല്ല. അപ്പൊ ധനികന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ധനികതയോടും കൂടിയാണ് ഒരു വിരുദ്ധ സ്വഭാവം നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന കമാൻഡായി മാറുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴും ആ ധനികനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, അദ്ദേഹത്തിന്റെ മറ്റു സ്വഭാവങ്ങളെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ആ ധനത്തെയും കൂടെ കൂട്ടിക്കൊണ്ട്, ഒരു ഇറിറ്റേഷൻ എന്നതുപോലെ അദ്ദേഹത്തിന്റെ ധനത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് ആ കാശിന്റെ പൊളപ്പാണ്, കാശുകാരൊക്കെ അങ്ങനെയാണ് എന്നുള്ള വാക്കുകൾ പറയുന്നത് നമുക്ക് ആ പോസ്റ്റിൽ താല്പര്യമില്ല എന്നുള്ള ഒരു ഇന്റേണൽ കമാൻഡാണ് ബ്രെയിനിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആ കാര്യം വ്യക്തമാണെന്ന് കരുതുന്നു. ധനം, ധനാഗമ മാർഗം, ധനികൻ, ഇവ മൂന്നിനെയും കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കിക്കൊണ്ടും ധനവും ധനാഗമ മാർഗവും, അത് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും. നമ്മുടെ ധനാഗമ മാർഗം, നാം ഏത് മാർഗമാണോ സാമ്പത്തിക വരവിനായി സ്വീകരിച്ചിരിക്കുന്നത് അതിനെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക, ധനത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. അതുപോലെ ധനികരെയും കുറ്റപ്പെടുത്താതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് അദ്ദേഹത്തിൽ കാണുന്ന കുറ്റം എന്താണോ അത് ധനികർ മാത്രം ചെയ്യുന്നതല്ല എന്നുള്ളത് വ്യക്തമായി ഒന്ന് ചിന്തിക്കുക. അത് മാത്രമല്ല, ധനമുണ്ടെങ്കിലാണ് അവനവന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും കൂടുതൽ നന്മകൾ ചെയ്യാൻ കഴിയുന്നത് എന്നും, അങ്ങനെയെങ്കിൽ ധനികർക്കാണ് കൂടുതൽ നന്മകൾ ചെയ്യാൻ കഴിയുക, താരതമ്യേന ധനികരല്ലാത്തവരെക്കാൾ കൂടുതൽ നന്മകൾ ചെയ്യാൻ കഴിയുക ധനികർക്കാണ് എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടും, അതുപോലെ പണം ലോകത്തിലെ ഏറ്റവും വലിയൊരു നന്മ തന്നെയാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് കൂടി ആ തോട്ട് പ്രോസസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടും ആ മണി ബ്ലോക്ക് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് പണം ലോകത്തിലെ ഏറ്റവും വലിയ നന്മയാണ് എന്ന് ചിന്തിക്കാൻ കഴിയുക, പറയാൻ കഴിയുക? വെറുതെ അങ്ങ് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോഴല്ല നമുക്കത് ആത്മാർത്ഥമായി നമ്മുടെ മൈൻഡ് അത് ടേക്ക് ഓവർ ചെയ്യുക. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വേണം. അതായത് ബാർട്ടർ സമ്പ്രദായം, സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്തു പോന്നിരുന്ന ആ ദുരിതത്തിൽ നിന്ന് മോചനം നൽകിയ വരദാനമാണ് പണം. ബാർട്ടർ സിസ്റ്റം എന്നാൽ എൻ്റെ വീട്ടിലെ പാല് കൊണ്ടുപോയി കൊടുത്തു വേണം എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, എനിക്കിന്ന് പാലല്ല വേണ്ടത്, എനിക്കിന്ന് ഈന്തപ്പഴമാണ് വേണ്ടത്, ഓടിപ്പോയി ഈ പാല് കൈമാറ്റം ചെയ്ത് ഈന്തപ്പഴവുമായി വരൂ, അപ്പോൾ മരുന്ന് തരാം.
തരാം. അങ്ങനെ ഈന്തപ്പഴമുള്ള സ്ഥലത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കും ഇന്ന് പാലല്ല വേണ്ടത്, മറ്റൊരു വസ്തുവാണ്. അങ്ങനെ ഈ സ്വന്തം അധ്വാനപരമായ ഉൽപ്പന്നം, അത് സാധനമാകട്ടെ സേവനമാകട്ടെ, സ്വന്തം അധ്വാനപരമായ ഉൽപ്പന്നം കൈവശം ഉണ്ടായിരിക്കെ അത് കൈമാറ്റം ചെയ്ത് ആവശ്യമുള്ള ഭക്ഷണവും മരുന്നും വാങ്ങിക്കാൻ കഴിയാതെ അതിനുവേണ്ടി ചിലപ്പോൾ ഗ്രാമങ്ങൾ താണ്ടേണ്ടി വന്നേക്കാം, ദിവസങ്ങളോ ആഴ്ചകളോ കടന്നു പോകാം. അങ്ങനെ സ്വന്തം അധ്വാന ഫലം കൈവശം ഉണ്ടായിരിക്കെ അത് കൈമാറ്റം ചെയ്ത് ആവശ്യമായ ഭക്ഷണമോ മരുന്നോ കൈവശപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രം മരണങ്ങളും ദുരിതങ്ങളും നേരിട്ട കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ പരിഹാരമായി മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ നന്മ തന്നെയാണ് പണം. അത് ആരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ അത് ആ ദുരുപയോഗം ചെയ്യുന്നവരുടെ മാത്രം പ്രോബ്ലമാണ്. പണം അതുകൊണ്ട് നന്മയല്ലാതാകുന്നില്ല, പൈശാചികം ആകുന്നില്ല. ജലം, വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്ന് കരുതി, വെള്ളം മുക്കിക്കൊല്ലാനായി ഉപയോഗിച്ചു എന്ന് കരുതി വെള്ളം അതുകൊണ്ട് നന്മയല്ലാതാകുന്നില്ല, ലോകത്തിന് ലഭിച്ച ഒരു വരദാനം അല്ലാതാകുന്നില്ല വെള്ളം. എന്നതുപോലെ തന്നെയാണ് പണവും. പണം ലോകത്തിലെ ഏറ്റവും വലിയ നന്മ തന്നെയാണെന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മുടെയും ആ മണി ബ്ലോക്ക് ചിന്താ തലത്തിൽ അത് ഷിഫ്റ്റ് ആകാൻ തുടങ്ങുന്നു. ഇനി അതിനുവേണ്ടി മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. മണി ബ്ലോക്ക് മാറ്റാനുള്ള ഏറ്റവും പവർഫുൾ പ്രോസസ്സാണ് പണം ദാനം ചെയ്യുക എന്നുള്ളത്. അതെ, അതായത് പലപ്പോഴും അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ പണം ഇല്ലാതാകുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ മണി ബ്ലോക്ക് ഉള്ള മനുഷ്യർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഞാൻ പണം ദാനം ചെയ്യാൻ കഴിയുന്നവനല്ല, ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ സ്വീകരിക്കാൻ ഉള്ളവനാണ്, ഞാൻ ആ സഹായം അല്ലെങ്കിൽ മണി അത് ഇങ്ങോട്ട് ലഭിക്കേണ്ടവനാണ്, കൊടുക്കാനുള്ളവനല്ല, എനിക്ക് ഉണ്ടായി കഴിയുമ്പോൾ കൊടുക്കാം എന്ന ചിന്തയാണ് മണി ബ്ലോക്ക് ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ നയിക്കുന്നത്. വിത്തിട്ടാലേ വിളവ് ലഭിക്കൂ, വിത്തിടാതെ വിളവ് ആഗ്രഹിക്കുന്നത് പോലെയാണത്. നമുക്ക് നെന്മണി ഇട്ടെങ്കിലേ നെല്ലുകൾ ലഭിക്കൂ, അതുപോലെ പണം കൊടുത്തെങ്കിലേ പണം വരൂ. തിരുക്കുറൾ പറയുന്നു, കോരാ കിണർ നാറും കോരും കിണർ ഊറും. അത് കൊടുക്കും തോറുമേ ലഭിക്കൂ എന്നുള്ളത് ഇസ്ലാമിക നിയമങ്ങളിലാണെങ്കിൽ 2.5% വരുമാനത്തിന്റെ പ്രോഫിറ്റിന്റെ 2.5% ദാനം ചെയ്യണമെന്നാണ് എല്ലാ സംഹിതകളും പറയുന്നത്. ദശാംശം എന്നുള്ളത് ബൈബിളിലും പറയുന്നു. അതായത് അവിടെ ഒരു തിരിച്ചറിവ് വേണ്ടത്, നമുക്ക് ഇല്ലാത്തപ്പോഴും വിത്തിടണം. എത്ര കഷ്ടപ്പാടുള്ളപ്പോഴും അതിനേക്കാളും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് 2 രൂപയോ 5 രൂപയോ 10 രൂപയോ എത്ര ബുദ്ധിമുട്ടി കൈവശം വന്നതാകട്ടെ, പണം അങ്ങനെ തന്നെയാണ് വരുന്നത്. എത്ര ബുദ്ധിമുട്ടിയോ കടം വാങ്ങിച്ചോ കൈവശം വന്ന് നമ്മുടെ ആവശ്യങ്ങൾ നടപ്പാക്കാനായി വെച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് വിത്തിനായി കുറച്ച് മാറ്റി വെക്കണം. പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട് വിത്തെടുത്ത് ഉണ്ണരുത് എന്ന്. എന്നതുപോലെ ചെറിയൊരു സംഖ്യ, അത് 2 രൂപയോ 5 രൂപയോ 10 രൂപയോ അത് സ്വീകരിക്കാൻ ആവശ്യമുള്ള ഒരാളിനെ കണ്ടെത്തി അത് കൊടുക്കുമ്പോൾ പണത്തിന്റെ വിത്തിടുന്നു. ആ ദാനം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ കൊടുക്കാനുള്ള മനസ്സ്, അതല്ലെങ്കിൽ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ മനുഷ്യർ ചിന്തിക്കുന്നത് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ ഉള്ളവനല്ല, ഇപ്പോൾ ഞാൻ സ്വീകരിക്കാൻ ഉള്ളവനാണ്. പക്ഷെ എത്ര കഷ്ടപ്പാടുള്ളപ്പോഴും പണം ഒന്ന് കൊടുക്കാൻ ആരംഭിക്കൂ, എന്നിട്ട് ക്ഷമയോടെ മുന്നോട്ട് പോകുക. അതായത് വിത്തിട്ടിട്ട് പിറ്റേ ദിവസം എവിടെ എന്ന് നോക്കുന്ന ആ ഒരു അവസ്ഥയും ഉണ്ടാകരുത്. അതിനൊരു ക്ഷമ വേണം. കൊടുക്കാൻ ആരംഭിക്കുക, ക്ഷമയോടെ നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയും ചെയ്യുക. അവനവനാൽ കഴിയുന്നത് വലിയ രീതിയിൽ കൊടുക്കണമെന്നൊന്നുമില്ല. അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാസത്തിലൊരു 10 രൂപയെങ്കിലും മനസ്സറിഞ്ഞ് തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ, തിരികെ നമുക്കൊന്നും തരാൻ കെൽപ്പില്ലാത്ത ആർക്കെങ്കിലും, പരിചയം പോലും ഇല്ലാത്ത ഹോട്ടലുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ, അങ്ങനെ ആരാണോ ആ ഒരു 10 രൂപ കൊടുത്താൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സജ്ജമായിട്ടുള്ളത്, അവർക്കത് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ചെറിയ രീതിയിലെങ്കിലും ദാനം കൊടുത്തു നോക്കൂ. നിങ്ങളിൽ പലരും ചെയ്യുന്നവരായിരിക്കും. അതിന് മനസ്സറിഞ്ഞ് ഒന്നും പ്രതീക്ഷിക്കാതെ, നിങ്ങൾക്കൊന്നും തിരികെ നൽകാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെയൊന്ന് കൊടുക്കാൻ ആരംഭിച്ചു നോക്കൂ. അത്ഭുതകരമായ മാറ്റം പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. കാരണം അതോടെ ആ മണി ബ്ലോക്കുകളുടെ പ്രധാനപ്പെട്ട ആ മണി ബ്ലോക്ക് മാറി തുടങ്ങാൻ ആരംഭിക്കും. ആധുനിക സക്സസ് നിയമങ്ങളിലെ പണം ഉണ്ടാക്കുന്ന ശാഖയായ ബില്യണയർ മൈൻഡ് സെറ്റിലെ മണി ബ്ലോക്കുകൾ മാറ്റി പണം വരുത്താനുള്ള ആ നിയമത്തിന്റെ ലോയുടെ പേര് തന്നെയാണ് ലോ ഓഫ് ഗിവിംഗ് ആൻഡ് റിസീവിംഗ്. കൊടുക്കുക ലഭിക്കുമെന്നാണ്. തിരുക്കുറൾ പ്രത്യേകം പണത്തിന്റെ കാര്യത്തിൽ പറയുന്നത് കോരാ കിണർ നാറും കോരും കിണർ ഊറുമെന്നാണ്. ഋഗ്വേദവും അഥർവവേദവും അത് തന്നെയാണ് പറയുന്നത്. കൊടുക്കും തോറും വർദ്ധിത തോതിൽ ലഭിക്കുമെന്ന്. ഇനി സ്വയം ചിന്തിക്കുക, മനസ്സിലാക്കുക. അതുപോലെ മണി ബ്ലോക്ക് മാറ്റാനുള്ള മറ്റൊരു പവർഫുൾ പ്രോസസ്സാണ് സീനിയർ ധനികരെ റെസ്പെക്ട് ചെയ്യുക, ആദരിക്കുക എന്നത്. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് അത് എല്ലാവർക്കും ദഹിക്കാൻ കഴിയണമെന്നില്ല. അത് തന്നെയാണ് മണി ബ്ലോക്ക് ഉള്ളവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധവും. മണി ബ്ലോക്ക് ഉള്ള സാമ്പത്തികമില്ലാത്തവർ ധനികരെ റെസ്പെക്ട് ചെയ്യുകയല്ല, പലപ്പോഴും പുച്ഛിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും എല്ലാ സംസ്കാരങ്ങളിലും സീനിയറായ ആളുകളെ ബഹുമാനിക്കുന്നത് നമുക്ക് ലോകത്തേക്ക്
നോക്കിയാൽ കാണാൻ കഴിയും. കാരണം ധനികർക്കിടയിൽ നമുക്കത് കാണാൻ കഴിയാത്തത് അത് പബ്ലിക്കായി നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. പബ്ലിക്കായി കാണാൻ കഴിയുന്ന കലാ, കായിക തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും ജൂനിയർ പവർഫുൾ ആയിട്ടുള്ള വിജയികളായിട്ടുള്ള ആളുകൾ, ജൂനിയർ ആയിട്ടുള്ള സൂപ്പർ ആളുകൾ അവരുടെ സീനിയേഴ്സിനെ കാണുമ്പോൾ റെസ്പെക്ട് ചെയ്യുന്നത് നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന, പഠിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. ഇപ്പോഴത്തെ ജൂനിയർ എത്ര വലിയ ചെസ് ചാമ്പ്യന്മാർ പോലും വിശ്വനാഥൻ ആനന്ദിനെ കണ്ടാൽ ഒന്ന് എണീറ്റ് നിൽക്കും. അതുപോലെ തന്നെയാണ് കായിക രംഗത്താണെങ്കിലും സീനിയേഴ്സിനെ കാണുമ്പോൾ ഇപ്പോഴത്തെ ജൂനിയർ പ്രതിഭകളും ഒന്ന് റെസ്പെക്ട് ചെയ്യും. ജസ്റ്റിൻ ഗാറ്റ്ലിൻ ഉസൈൻ ബോൾട്ടിനെ തോൽപ്പിച്ച ആ നിമിഷം ആഘോഷിക്കുകയല്ല ചെയ്തത്, ഉസൈൻ ബോൾട്ടിന്റെ മുൻപിൽ മുട്ടുകുത്തുകയാണ് ചെയ്തത്. മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവനവന്റെ ആചാരപ്രകാരവും മതവിശ്വാസ പ്രകാരവും ഒക്കെ അതിന്റെയൊക്കെ ലംഘനങ്ങളല്ലാത്ത രീതിയിൽ സീനിയർ ധനികരെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുമ്പോൾ മണി ബ്ലോക്ക് ആവിയായി പോവുക തന്നെ ചെയ്യും. അതുപോലെ മണി ബ്ലോക്ക് മാറ്റുന്ന, ഔട്ട്ലൈൻ മണി ബ്ലോക്ക് മാറ്റുന്ന, മൊത്തത്തിലുള്ള മണി ബ്ലോക്ക് മാറ്റുന്ന ഒരു തോട്ട് പ്രോസസ്സാണ് ബേണിംഗ് ഡിസയർ. തീവ്രമായ ആഗ്രഹം. മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും മനഃശാസ്ത്ര നിയമങ്ങളും അറിയുന്ന പലർക്കും അറിയാം എന്തു നേടാനും ബേണിംഗ് ഡിസയർ വേണം എന്ന്. പക്ഷെ പണത്തിന്റെ കാര്യം വരുമ്പോൾ പലർക്കും, പ്രത്യേകിച്ച് മണി ബ്ലോക്ക് ഉള്ളവരുടെ ബേണിംഗ് ഡിസയർ അവിടെ പൊടിക്ക് പോലും കാണാനുണ്ടാവില്ല. അവരിങ്ങനെ പറയും, എനിക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയാൽ മതി, എൻ്റെ മകളെ കെട്ടിക്കാനുള്ളത് കിട്ടിയാൽ മതി, എനിക്ക് ആ കടം വീട്ടാനുള്ളത് കിട്ടിയാൽ മതി, എനിക്ക് വീട് വെക്കാനുള്ളത് കിട്ടിയാൽ മതി, എനിക്ക് ജീവിച്ചു പോകാനുള്ളത് കിട്ടിയാൽ മതി എന്ന്. അതൊരു ബേണിംഗ് ഡിസയർ ആണോ? നിങ്ങൾ യഥാർത്ഥ ലോകത്തേക്ക് നോക്കൂ. ആ സമ്പത്ത് നേടിയ അതിസമ്പന്നർ, ആ മണി ബ്ലോക്കുകളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അതെല്ലാം ബ്രേക്ക് ചെയ്ത് ആ സമ്പത്ത് നേടിയ അതീവ സമ്പന്നർ ആരെങ്കിലും പറയുമോ എനിക്ക് മതിയായി, ഞാൻ ഇനി നിർത്തുന്നു എന്ന്? ശതകോടീശ്വരന്മാരെ നോക്കൂ. അവരെത്ര കിട്ടിയാലും അവരുടെ മൈൻഡ് സെറ്റ് എന്താ? ഇനിയും പോന്നോട്ടെ, അല്ലാതെ എനിക്ക് ആവശ്യത്തിലധികമായി മതി എന്ന് ചിന്തിക്കുന്നില്ല. ഇത് നിങ്ങൾ 100 വട്ടം ചിന്തിക്കണം, ആഴത്തിൽ ചിന്തിക്കണം. പലരും എങ്ങനെയാണ്, എനിക്ക് ആവശ്യത്തിനുള്ളത് മതി എന്നുള്ള ചിന്ത ഒന്നും വരുന്നതിന് മുൻപേ ആ മുൻകൂർ ചിന്ത തന്നെ എന്താണ്? എനിക്ക് ആവശ്യത്തിന് മതിയെന്ന്. അവിടെയോ അതിസമ്പന്നരോ എത്ര ശതകോടികൾ ലഭിച്ചതിന് ശേഷവും പോന്നോട്ടെ എന്ന്. അവരുടെ മൈൻഡ് സെറ്റുമായിട്ടാണ് കോമ്പറ്റീഷൻ എന്ന് ഓർക്കണം. ഇത് സത്യസന്ധമായി ചിന്തിക്കുക. അതല്ലാതെ ബേണിംഗ് ഡിസയർ എന്ന വാക്ക് കേട്ടത് കൊണ്ടോ സാമ്പത്തികവും സമൃദ്ധിയും ഉൾപ്പെടെ ഏത് ലക്ഷ്യങ്ങളും നേടാനും ബേണിംഗ് ഡിസയർ വേണമെന്ന അറിവ് എനിക്ക് എന്നൊക്കെ വെറുതെ ചിന്തിച്ചത് കൊണ്ടോ യാഥാർത്ഥ്യമാകുന്നില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട്, അതെല്ലാം ചിന്തിച്ചുകൊണ്ട് പണത്തെക്കുറിച്ച് മുൻകൂർ നിങ്ങൾ എന്ത് മാർഗമാകട്ടെ, നോക്കൂ, ലോകത്ത് ഏത് മേഖലയിലും 10% ആളുകളെ സാമ്പത്തിക അഭിവൃദ്ധിയും സമൃദ്ധിയും നേടുന്നുള്ളൂ എന്നും 90% ആളുകളും പരാജയപ്പെട്ടു പോവുകയാണ് എന്നുള്ളത് കൂടി ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം. നിങ്ങൾ എവിടെയാണ് മൈൻഡ് സെറ്റ് കൊണ്ടെങ്കിലും എന്നുള്ളത്. കാരണം പണം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മൈൻഡ് ഗെയിമാണ്. അതെല്ലാം കൂടെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ഒരു സത്യസന്ധമായ താരതമ്യ പഠനം നടത്തുക, വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ബേണിംഗ് ഡിസയർ എന്ന വാക്കെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാമെങ്കിൽ നിങ്ങൾ ആ യഥാർത്ഥ പണത്തോട് ആ യഥാർത്ഥ ബേണിംഗ് ഡിസയർ ഉണ്ടോ എന്ന് ചിന്തിക്കുക. അതില്ല എങ്കിൽ മാറ്റുക, ഉണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുക. 40,000 കോടിയും ലക്ഷം കോടിയും കിട്ടിയതിന് ശേഷവും ഇനിയും പോന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന ആ യഥാർത്ഥ ലോകത്ത് എന്തെങ്കിലും വരുന്നതിന് മുൻപേ എനിക്ക് ആവശ്യമുള്ളത് ലഭിച്ചാൽ മതി എന്ന് പറയുന്നത് ബേണിംഗ് ഡിസയർ ആണോ എന്ന് ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കുക. എല്ലാ മണി ബ്ലോക്കുകളും തട്ടിത്തെറിപ്പിച്ച് ആവശ്യമായ സാമ്പത്തികവും സമൃദ്ധികളും നേടാൻ നിങ്ങൾക്കും കഴിയും. വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് പോയിന്റുകൾ നൽകാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും മനസ്സുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്